നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 28 ആണ്. ചേഞ്ചസ് ഇൻ 24th സെഞ്ച്വറി. അപ്പം ഹിസ്റ്ററിയിൽ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷണൽ മൊഡ്യൂളാണ്. അതിൻ്റെ ഓരോ ക്ലാസ്സായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ 24th സെഞ്ച്വറി, 24ാം നൂറ്റാണ്ടിൽ വന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശാസ്ത്രീയ സാങ്കേതിക മേഖലയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് വൈദ്യശാസ്ത്ര രംഗത്ത്. വൈദ്യശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? ഈ മെഡിസിൻ, ആയുർവേദം അങ്ങനെയുള്ള രംഗത്ത് നിരവധി മാറ്റങ്ങൾ വന്നു. പ്രധാനമായിട്ടും നിരവധി മരുന്നുകൾ കണ്ടുപിടിച്ചു, വാക്സിൻ കണ്ടുപിടിച്ചു, ആരോഗ്യ പരിപാലനത്തിലൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതുവഴി മരണനിരക്ക് കുറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഗണിതശാസ്ത്ര രംഗത്തിലും ഭൗമിക ശാസ്ത്ര രംഗത്തിലും അറ്റോമിക് എനർജി പോലുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇത് മനുഷ്യന്മാരുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സഹായകരമായി കേട്ടോ. അടുത്ത് നമുക്ക് ഗതാഗത മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ കാറ്, വിമാനം, റെയിൽവേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ 24ാമത്തെ നൂറ്റാണ്ടിൽ നമുക്ക് ഉണ്ടായി. ഓക്കെ, പക്ഷേ ഇതിന് കുറേ ദോഷവശങ്ങളും ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു, ഒരുപാട് യന്ത്രങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഈ യുദ്ധോപകരണ സാധനങ്ങളും ഉണ്ടാക്കിയത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പല പല രാജ്യത്തെയും എതിർക്കാനായിട്ട് പറ്റി. പക്ഷെ അത് ഒരു വിധത്തിൽ നമുക്ക് ദോഷമാണ് ചെയ്തത്. യുദ്ധങ്ങളും അണുബോംബൊക്കെ എറിഞ്ഞ് ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ എറിഞ്ഞത് മുഖാന്തരം എന്ത് ചെയ്തു, അവിടെ വലിയൊരു ദോഷമാണ് വിതച്ചത്. ഇപ്പം പോലും അവിടെ ശരിയായിട്ടില്ല. പിന്നെ പരിസ്ഥിതിക്ക് നാശം സംഭവിച്ചു. സൈബർ കുറ്റകൃത്യം, അതായത് ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ ഉപയോഗം കൂടിയത് കാരണം നല്ല സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടായി. അതേപോലെ തന്നെ സാമൂഹിക ജീവിതം ദുർബലപ്പെട്ടു. ഇതൊക്കെ 24ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ഓരോ ടെക്നോളജിയുടെയും പരമായിട്ടുണ്ടായ ദോഷവശങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് 20ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഭൂപടങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 20ാമത്തെ സെഞ്ച്വറി നമ്മുടെ ഭൂപടത്തിന് വന്ന മാറ്റം നമുക്കറിയാം. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി തന്നെ പല പല രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഭാഷകൾ, ഔദ്യോഗികമായിട്ടുള്ള ഭാഷകൾ ഉണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ 1947 ഇന്ത്യ, 1948 ശ്രീലങ്ക, 1957 മലേഷ്യ തുടങ്ങിയുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി. അതേപോലെ തന്നെ അവർ ഭാഷാ രൂപത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലുള്ള ഭൂപടത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് 20ാം സെഞ്ച്വറിയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശാസ്ത്രരംഗത്തും സാമൂഹ്യ രംഗത്തൊക്കെ വന്ന മാറ്റങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.